ജയരാജ് ബത്തേരി കൂടി ചേരുന്നുണ്ട്. ജയരാജ്, ഇനിയിപ്പോൾ രണ്ടുപേരുടെ മൃതദേഹമാണ് കണ്ടെത്തേണ്ടത്. തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നവമി, ഇപ്പോ കാലാവസ്ഥ ഒരു അനുകൂലമായ അവസ്ഥയാണുള്ളത്. ചെറിയൊരു വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഇന്ന് നമുക്ക് 3 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇനി 2 കൂടി ഉണ്ട് എന്നുള്ളതാണ് ആ കണക്ക് പ്രകാരം പറയുന്നത്. അതായത് 18 ആളുകളെയാണ് കാണാതായത്. അതിൽ 8 പേരാണ് കാണാതെ ആയത്. ബാക്കിയുള്ളവരാണ് ഹോസ്പിറ്റലൊക്കെ ഉള്ളതെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കുള്ള തിരച്ചിലായിരിക്കും തുടരുക. അതുപോലെ തന്നെ ഇതുവരെ ആയിട്ടും ഈ സ്വദേശത്ത് നിന്നും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആരും കംപ്ലൈന്റുകളായിട്ട് അല്ലെങ്കിൽ ആളുകളെ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ തിരച്ചിൽ നിർത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ദ്രുതഗതിയിൽ, അതും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് 3 പെട്ടെന്ന് തന്നെ, അതായത് ഒന്നാം സോണിൽ നിന്നൊന്നും, അതുപോലെ തന്നെ മൂന്നാം സോണിൽ നിന്ന് 2 ആണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സോണുകളായി തിരിച്ചിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കാലാവസ്ഥ അനുകൂലമാണ്. വളരെ ദ്രുതഗതിയിൽ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. നവമി, ജയരാജ്, ഒരു കാര്യം കൂടി, ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അതെങ്ങനെയാണ് ഇപ്പോൾ? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ ഗുരുതരമായി എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ എല്ലാം പരിക്കുകൾ ഭേദമായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥ ഒന്നും ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചാലൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ആശുപത്രിയിൽ ഉള്ളവരുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്കും ഇപ്പൊ മനസ്സിലാവുന്നത്. ആദ്യം 3 പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു രീതിയിൽ തന്നെയല്ല, കുറച്ചുകൂടി അല്പം ഭേദപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് ഒരു അപകട സാധ്യതയിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. നവമി, ശരി. ജയരാജ് ബത്തേരിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നുണ്ട്. അനുമോദ, ഈ അന്വേഷണ സമിതിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണ സമിതി ഉണ്ടാകുക എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ്. അതിൽ നിയമസഭ സാമാജികരും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ളവർ, പരിസ്ഥിതി മേഖലയിൽ നിന്നും ഇതേപോലെ തന്നെ ഈ ഒരു നിർമ്മാണ മേഖലയിൽ നിന്നും, അങ്ങനെ വിവിധ തലങ്ങളിൽ ഉള്ളവർ ഇതിൽ ഉൾപ്പെടും. നിയമപരമായിട്ടുള്ളവരും ഉൾപ്പെടും. അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ തലങ്ങളും സമഗ്രമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ചട്ടങ്ങൾ പാലിച്ചോ, ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ളതിലോ നിയമപരമായിട്ടുള്ളതിലോ നിർമ്മാണപരമായിട്ടുള്ളതിലോ എക്സിക്യൂഷൻ ലെവലിലോ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വീഴ്ച വന്നിട്ടുണ്ടോ ഈ കമ്പനിക്ക് എന്നുള്ളത് പൂർണ്ണമായിട്ടും അന്വേഷിച്ചറിയുക എന്നൊരു ഉദ്ദേശമാണ് ഈ അന്വേഷണ സമിതിയിൽ പ്രഖ്യാപിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആരാരും ഇതിൻ്റെ തലപ്പത്ത് എന്ന കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള മന്ത്രിമാർ അതിൻ്റെ ആലോചനയിലാണ്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്നും ആ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും വളരെ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കാരണം ഈ പദ്ധതിയുടെ നടത്തിപ്പും പദ്ധതിയുടെ ഭാവിയൊക്കെ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും ഇതിനൊപ്പം തന്നെ പുരോഗമിക്കും. പോലീസ് FIR ഇട്ടിട്ട് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. മറുവശത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ, ഇതിൻ്റെ അതോറിറ്റിയായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നിർദ്ദേശങ്ങൾ നൽകിയതല്ലാതെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് നടപടിയെടുക്കാത്തത് എന്ത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതും ഈ അന്വേഷണ സമിതി മുമ്പാകെ തന്നെ വരുമെന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും ദുരന്തത്തിന് അപ്പുറം ഈ ഒരു പദ്ധതിയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നതായിരിക്കും ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. നോമി, ഒപ്പം അനുബോധം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഈ കാലാവസ്ഥ മാറി നിൽക്കുകയാണ്, മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിലും ആ രീതിയിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. കൂടുതൽ സേനകളുടെ ആവശ്യം ഇനി അവിടെ ആവശ്യമുണ്ടോ, അതോ നിലവിലുള്ള സേനയ്ക്ക് തന്നെ ഈ കൂടുതൽ പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണോ നിൽക്കുന്നത്?
ഇവിടെ ആളുകളുടെയോ സേനയുടെയോ ആവശ്യമല്ല, ഇവിടുത്തെ സാഹചര്യങ്ങളാണ്, കാലാവസ്ഥയാണ് അവിടെ പ്രധാനപ്പെട്ട വില്ലൻ. ഒന്ന്, കനത്ത മഴ പെയ്യുമ്പോൾ ഈ ഇടിഞ്ഞിറങ്ങിയ മണ്ണിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാനാകില്ല. ഈ JCBയോ അല്ലെങ്കിൽ എക്സ്കവേറ്ററോ ഹിറ്റാച്ചിയോ ഒന്നും തന്നെ ഇറക്കാനാകില്ല, താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അവിടെ അത്തരത്തിൽ ഒരു മനുഷ്യന് പോലും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ നിന്ന് യന്ത്രക്കൈ നീട്ടി മണ്ണ് മാറ്റിയാണ് ഈ ഒരു ഉപകരണങ്ങൾ കൊണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കുന്നത്. അവിടെ ഒരു സേനയെ സംബന്ധിച്ച് അവിടെ എത്തിച്ചേർന്ന് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല പോലെ വാസ്റ്റായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലത്തല്ല ഇതിൻ്റെ ഒരു ആഘാതമുള്ളത്. വളരെ ചുരുക്കം ഏരിയയിൽ മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റ് ദുരന്തങ്ങളെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ സേനകൾ അവിടെ വരേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ കെടാവർ നായകളെ കൊണ്ടുവന്ന് അവിടേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം ആ മണ്ണിലേക്ക് നായകൾ പൂന്തിപ്പോവും, അത് ആ മണ്ണിലാണ്ട് പോവും, അവർക്ക് നടക്കാൻ കഴിയില്ല. അത് മറ്റൊരു അപകടത്തിന് വഴിയൊരുക്കും. അപ്പോൾ മാത്രമല്ല ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ ചിലപ്പോൾ കഴിയണമെന്നുമില്ല. പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരച്ചിലിന് പര്യാപ്തമാണ്. ആകെ ഇനി വേണ്ടത് കാലാവസ്ഥ അനുകൂലമായിട്ട് തുടരുക എന്നുള്ളതാണ്. രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസത്തെ പോലെ തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന പോലെയല്ല, മഴ വിട്ടു നിൽക്കുകയും വരികയും ചെയ്യുന്ന പോലത്തെ ഒരവസ്ഥ. പക്ഷേ വെയിലുണ്ട് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരു ആശ്വാസമുണ്ട് ഈ തെരച്ചിലിൻ്റെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനകളേക്കാൾ കൂടുതൽ ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു കാലാവസ്ഥ ഇതിന് അനുകൂലമായിട്ട് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കണം. മാത്രമല്ല ആ ഒരു നിർമ്മാണ സാമഗ്രികൾ, പൈപ്പുകളും കമ്പികളും അടക്കം ഒരുപാട് നിർമ്മാണ സാമഗ്രികളൊക്കെ ആ പ്രദേശത്താകെ ചിതറി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊന്നും എന്താണ് അവസ്ഥ എന്നുള്ളത് പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും എത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നിലവിൽ അവിടെ ഈ തെരച്ചിൽ സംഘം തന്നെ നേരിടുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കാലാവസ്ഥ ഇതുപോലെ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാകണം. മാത്രമല്ല എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ 4 സോണുകളാക്കി തിരിച്ച് അവിടെ വേണ്ടത്ര പരിശോധന നടത്താനുള്ള ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സേനാംഗങ്ങളും ഒക്കെ നിലവിൽ ഇവിടെയുണ്ട്. നമുക്ക് ഏറെ വൈകാതെ തന്നെ ഈ തെരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നവമി. ശരി, CV അനുമോദും ജയരാജ് ബത്തേരിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം മന്ത്രി പി കെ ബഷീറിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു. കൊങ്കൺ അധികൃതരുമായി സംസാരിച്ചു, ഒന്നുകൂടി റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര മന്ത്രി ഗഡ്കരി പൂർണ്ണമായും ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. കർണാടകത്തിന്റെ നോ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ഈ മാസം കിട്ടിയാൽ മറ്റേ ഇൻവെസ്റ്റിഗേഷനും ഡിസൈനും കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ മാസം നവംബർ 9 അതിന് തറക്കല്ലിടും. വൈരക്കുപ്പ തീർച്ചയായിട്ടും സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ അത് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി സിദ്ദീഖും അതുപോലെ MLA-മാരൊക്കെ വളരെ സജീവമായിട്ട് അവരുടെ ദീർഘകാലത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൂയിത്തോട് ആ പേരാമ്പ്രമുണ്ട്. ഇവിടെ ബഹുമാന്യ ഷാഫി MP, പേരാമ്പ്ര MLA ഫാത്തിമ തേജയും സിദ്ദീഖ് മിനിസ്റ്റർ താല്പര്യം എടുത്തിട്ടാണ് ആ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ ഇൻവെസ്റ്റിഗേഷന് ഊരാളുകളുടെ 2 കൊല്ലം മുമ്പ് കൊടുത്തതാണ്. ഒപ്പം മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ചൂരൽമലയിൽ താമസിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒപ്പം എന്താണ് സംഭവിച്ചതെന്നറിയാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 2 കാര്യം. ഒന്ന്, ചൂരൽമലയിലെ ആളുകൾക്ക് അവിടെ ഒരു ഡോക്ടറോട് കൂടിയിട്ടുള്ള ഹെൽത്ത് സെന്റർ ഫെസിലിറ്റി അവിടെ ഉറപ്പുവരുത്താനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അവിടെ മൊബൈൽ ക്ലിനിക്ക് അവിടെ പോയി അവിടെ തന്നെ സെറ്റ് ചെയ്ത് അവർക്കുള്ള എല്ലാ സംവിധാനവും, മരുന്നും ഡോക്ടറുടെ ഫെസിലിറ്റി ഉൾപ്പെടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2, ഒറ്റപ്പെട്ടു പോയ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുത്തു. 3-മത്തത്, അവർക്ക് ഈ മഴ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായ സ്ഥലത്ത് പണിയും കാര്യങ്ങളും ഇല്ലാതെ വരും. അവർ ബേസ് ചെയ്യുന്നത് കള്ളാടിയും അതുപോലെ ടൂറിസം മേഖലകളും തോട്ടം തൊഴിൽ മേഖലകളുമാണ്. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് അവർക്ക് റേഷൻ കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കളക്ടറോട് അതിന്റെ ക്രമീകരണം ചെയ്യാൻ വേണ്ടി ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ കാര്യവും ആലോചിച്ചു. എന്തായാലും കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇനി 2 പേരുടെ മൃതദേഹം കൂടിയാണ് കണ്ടെടുക്കാനുള്ളത്. മന്ത്രിമാരടക്കം അവിടെ സ്ഥലത്ത് തന്നെ ഉണ്ട്. അന്വേഷണ സമിതി അടക്കം ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.